ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഫോട്ടോ ഫ്രെയിം കൊറിയർ പാക്കിംഗ് ആണ്. ഫ്രെയിം ഗ്ലാസ് ഒന്നും പൊട്ടാതെ ഒട്ടും ഡാമേജ് ഇല്ലാതെ തന്നെ കസ്റ്റമറിൻ്റെ കയ്യിലെത്തിക്കാൻ എങ്ങനെ പാക്ക് ചെയ്യാമെന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. കൂടാതെ എങ്ങനെയാണ് കൊറിയർ ചെയ്യുക, അതുപോലെ തന്നെ ഡെലിവറി ചാർജ് എത്ര, നമ്മൾ സെൻഡ് ചെയ്തതിന് ശേഷം എത്ര ഡേയ്സ് കൊണ്ടാണ് കസ്റ്റമറുടെ കയ്യിൽ അത് എത്തിച്ചേരുക, ഇങ്ങനെയുള്ള എല്ലാ ഷിപ്പിംഗ് ഡീറ്റെയിൽസും ഞാൻ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ എല്ലാവരും കാണാം. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അതേ ടൈമിൽ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഫ്രെയിം നല്ലൊരു ക്ലോത്ത് വെച്ചിട്ടൊന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഫ്രെയിമിൻ്റെ ബാക്കിൽ എപ്പോഴും ഞാൻ സെല്ലോ ടേപ്പ് വെച്ചിട്ടൊന്ന് 4 സൈഡും ഞാനൊന്ന് ഒട്ടിച്ചൊടുക്കലുണ്ട്. അത് ബ്ലാക്ക് ടേപ്പ് വെച്ചിട്ടും നിങ്ങൾക്ക് ചെയ്യാം. ഞാനെപ്പോഴും ഈ ഒരു ടേപ്പ് വെച്ചിട്ട് തന്നെയാണ് അത് ചെയ്യൽ. അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, എങ്കിലും ഞാൻ എപ്പോഴും ചെയ്യാറുള്ളൊരു കാര്യമാണത്. ഫോട്ടോ എഡിറ്റ് ചെയ്യലും പ്രിൻറ്റ് ചെയ്യലും അതുപോലെ തന്നെ ഫ്രെയിം പേക്ക് ചെയ്യലും ഒക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ചെയ്യും. അതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പാക്കിങ്. കാരണം ഫ്രെയിം എത്ര നല്ല രീതിയിൽ എഡിറ്റ് ചെയ്ത് പ്രിൻറ്റ് ചെയ്ത് സെറ്റാക്കിയാലും കസ്റ്റമറുടെ കയ്യിലെത്തുമ്പോൾ ഗ്ലാസ്സൊക്കെ പൊട്ടി ഡാമേജ് ആയാൽ അത്ര വരെ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ വേസ്റ്റായി. നമ്മൾ ശരിയായ രീതിയിൽ പാക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കൊറിയർ ചെയ്യുമ്പോൾ അവരത് എറിയൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ വേറെ കനം കൂടിയ ഐറ്റംസൊക്കെ നമ്മൾ ഫ്രെയിമിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പൊട്ടാനുള്ള ചാൻസൊക്കെ ഉണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ നല്ല രീതിയിൽ തന്നെ പാക്ക് ചെയ്യണം. ഞാനിപ്പോൾ ഈ പാക്ക് ചെയ്യുന്നത് ഇതൊരു A4 ഫ്രെയിമാണ്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്കൊരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് ഒന്ന് റാപ്പ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല കേട്ടോ. ഞാനിപ്പോൾ ഫസ്റ്റ് തന്നെ ബബിൾ റാപ്പ് കൊണ്ടാണ് റാപ്പ് ചെയ്യണത്. ഇത് നമ്മളെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുമ്പോൾ കൂടെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് വെക്കണതാണ്. പിന്നെ ഇത് വാങ്ങിക്കാനും കിട്ടും കേട്ടോ. ഇത് ഷോപ്പുകളിലൊക്കെ പോയിട്ട് ബബിൾ റാപ്പ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും. ഞാനിത് വാങ്ങിച്ചിട്ടില്ലാത്തതുകൊണ്ട് എത്ര റേറ്റ് എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതൊന്ന് വെച്ചിട്ട് ഫ്രെയിം ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബബിൾസ് ഒരു സൈഡിലാണല്ലോ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു സൈഡ് ഉൾഭാഗത്തേക്കായിട്ട്, അതായത് ഫ്രെയിമിനോട് അടുപ്പിച്ചിട്ട് ആ സൈഡാണ് വെക്കേണ്ടത്. അപ്പോൾ അതൊന്ന് ടൈറ്റായിട്ട് പാക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിത് കൊറിയർ ചെയ്യാൻ പോകുന്നത് മേലാറ്റൂർ അങ്ങനെ ഏതൊരു പ്ലേസൊക്കെയായിരുന്നു. നല്ല ലോങ് പ്ലേസൊക്കെ ആകുമ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്ന സ്റ്റെപ്പുകളൊക്കെ 2 ലെയറായിട്ട് സെറ്റ് ചെയ്യാം. ബബിൾ റാപ്പൊക്കെ ഒരു വട്ടം റാപ്പ് ചെയ്തതിന് ശേഷം അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു വട്ടം കൂടിയൊക്കെ റാപ്പ് ചെയ്യാം. ഞാനിതുവരെ ഫ്രെയിംസും എല്ലാ ഐറ്റംസും കൊറിയർ ചെയ്തിട്ടുള്ളത് ഇന്ത്യ പോസ്റ്റ് വഴിയാണ്. സ്പീഡ് പോസ്റ്റാണ് ആക്കൽ. സ്പീഡ് പോസ്റ്റ് ആകുമ്പോൾ ഒരു 3-4 ഡേയ്സിനുള്ളിൽ തന്നെ അവർക്ക് എത്ര ലോങ് ആണെന്നുണ്ടെങ്കിലും കിട്ടലുണ്ട്. അടുത്തേക്ക് അയക്കാന്നുണ്ടെങ്കിൽ 1-2 ഡേയ്സിനുള്ളിലും കിട്ടും. സ്പീഡ് പോസ്റ്റ് അല്ലാതെ ആക്കുമ്പോൾ അവർ പറയുന്നത് 2 വീക്ക് അതിലപ്പുറമൊക്കെ ആവും. ചിലപ്പോൾ നല്ല ലേറ്റ് ആവാനും ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനെപ്പോഴും സ്പീഡ് പോസ്റ്റാണ് ആക്കൽ. സ്പീഡ് പോസ്റ്റിന് ചാർജ് ഒന്നുകൂടെ കൂടുതലാണ് കേട്ടോ. ഇനി ഈ ഫ്രെയിമിൻ്റെ അതേ സൈസിൽ ടെർമോക്കോൾ കട്ട് ചെയ്തെടുക്കണം. ഈ ഫ്രെയിമിൻ്റെ 4 സൈഡിലേക്കും അതുപോലെ തന്നെ ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും ഒക്കെ വേണം കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രെയിം അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് പെന്നുകൊണ്ട് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുക ചെയ്യൽ. അങ്ങനെ ആകുമ്പോൾ കറക്റ്റ് ആ അളവിൽ കിട്ടും. എന്നിട്ട് ആ ലൈനിലൂടെ കട്ട് ചെയ്തെടുക്കുക ചെയ്യുക. പിന്നെ ഫ്രണ്ടും ബാക്കൊക്കെ ഒരേ സൈസ് തന്നെ ആവുമല്ലോ. അപ്പോൾ ഒരു ഭാഗത്ത് കട്ട് ചെയ്തെടുത്താൽ പിന്നെ അത് വെച്ചിട്ട് തന്നെ നമുക്ക് മറ്റേ ഭാഗം കട്ട് ചെയ്യാം. പിന്നെ ടെർമോക്കോൾ നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഞാനിപ്പോൾ ഇതങ്ങനെ വാങ്ങിച്ചതാണ്. ഇത് ഏറ്റവും കട്ടി കുറഞ്ഞാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇതിന് 25 ആ റേറ്റാണ്. കട്ടി കൂട്ടുന്നതനുസരിച്ചിട്ട് ഇതിൽ റേറ്റ് കൂടിയത് ഉണ്ടാവും. പിന്നെ ഷിപ്പിംഗ് ചാർജ് എങ്ങനെ വരുന്നത് വെച്ചാൽ ഓരോ ഐറ്റംസിൻ്റെയും വെയിറ്റ് നോക്കിയിട്ടാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതൊക്കെ വെച്ച് പാക്ക് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം വെയിറ്റൊക്കെ വരുമല്ലോ. അപ്പോൾ ഞാൻ കൊറിയർ ചെയ്യുമ്പോൾ അധികം ഷിപ്പിംഗ് ചാർജ് വരൽ 40, 45, 50 അങ്ങനെ മുകൾക്കായിട്ടാണ് വരൽ. പിന്നെ ഓരോ പ്ലേസിനനുസരിച്ചിട്ട് കൂടിയിട്ടും കുറഞ്ഞിട്ടൊക്കെ വരും. അപ്പോൾ കസ്റ്റമറിനോട് നമ്മൾ പറയുമ്പോൾ ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവില്ല നമുക്ക് കൊറിയർ ചാർജ്, അങ്ങനെ പറഞ്ഞാൽ മതി. ഞാൻ അധികവും കസ്റ്റമറിൻ്റെയൊക്കെ ഒന്ന് ഡെലിവറി ചാർജ് മേടിക്കണേക്കാൾ കൂടുതൽ എനിക്ക് ഡെലിവറി ചാർജ് ആവലുണ്ട്. ഇനി ഇത് സെല്ലോ ടേപ്പ് വെച്ചിട്ട് ചുറ്റിച്ചെടുക്കണം. ടെർമോക്കോൾ കാണാത്ത രീതിയിൽ ടാപ്പ് വെച്ചിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്യണം. ഈ ടാപ്പ് തന്നെ യൂസ് ചെയ്യണം കേട്ടോ. വേറെ ടാപ്പ് വെച്ചാലൊന്നും അതുമ്പോൾ നിൽക്കില്ല. പിന്നെ എത്ര ഡേയ്സ് കൊണ്ടാണ് കിട്ടാമെന്ന് നേരത്തെ പറഞ്ഞല്ലോ. നമുക്ക് സ്പീഡ് പോസ്റ്റ് ആക്കാന്നുണ്ടെങ്കിൽ 3-4 ദിവസത്തിനുള്ളിൽ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നല്ല ലേറ്റ് ആവും എന്നാണ് പറയണത്. ഞാനിതുവരെ എല്ലാതും സ്പീഡ് പോസ്റ്റാണ് ആക്കിയിട്ടുള്ളത്.
ഇനി ഇതിൻ്റെ 4 സൈഡിൽക്കും ടെർമോക്കോൾ വേണം. അപ്പോൾ അതും നേരത്തെ പോലെ ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ചെയ്തതൊക്കെ നിങ്ങൾക്ക് 2 ലെയർ ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഒന്നുകൂടെ സേഫായിട്ട് പാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ കാർഡ്ബോർഡ് ഷീറ്റ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ റോൾ ചെയ്യാം. ഞാനിപ്പോൾ ഇനിയൊരു റാപ്പിംഗ് ഷീറ്റ് വെച്ചിട്ടൊന്ന് റാപ്പ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഇനി ഇതിന് മുകളിൽ ഒരു സൈഡിലായിട്ട് അഡ്രസ്സ് എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ ഒരു വൈറ്റ് പേപ്പറിൽ അഡ്രസ്സ് കറക്റ്റ് എഴുതിയിട്ട് അങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക ചെയ്യേണ്ടത്. അപ്പോൾ ഫ്രം അഡ്രസ്സും ടു അഡ്രസ്സൊക്കെ കറക്റ്റ് എഴുതി കൊടുക്കണം. അപ്പോൾ അതിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ചെയ്തതൊക്കെ വെറുതാവും. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്.